പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഉഷ സേവ്യർ. ഞാൻ എറണാകുളം പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മകൻ ഷാരോൺ സേവ്യർ. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ വീട്ടുജോലിക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ സന്ധ്യയായി വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു കൃപാസന പത്രം, ഞാനതെടുത്ത് വെറുതെ നിവർത്തി നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണാവോന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഉടനടി അനുഭവം എന്നൊക്കെ എഴുതിയേക്കണമെന്ന് മനസ്സിലായില്ല. ഞാനതെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്ന വീട്ടിൽ കൊണ്ടുപോയി ചേച്ചിനെ കാണിച്ചു. ചേച്ചി, ഒരു കൃപാസന പത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി അത് വായിച്ചു നോക്കിട്ടോ, പക്ഷേ ഇത് ആലപ്പുഴയിലാണ് തോന്നുന്നത്, നമുക്ക് ആരെങ്കിലും ചോദിക്കാതെ. അങ്ങനെ ചോദിച്ച് പറഞ്ഞ് ഞങ്ങൾ 5-6 പേര് കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മ മാതാവിനാണ് കിട്ടിയത്. അതിൻ്റെ മഹത്വം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ല, എനിക്ക് ഛർദിയും തലവേദനയും വരും. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ നിന്ന് തലവേദന എടുത്ത് ഛർദിച്ച് അവശതയായി ഞാൻ 7-8 മണിയായപ്പോൾ വീട്ടിൽ ചെന്ന് കയറിയത്. ആ സമയത്ത് എനിക്കൊരു 45 വർഷമായിട്ടുണ്ട് എനിക്ക് തലവേദന ഛർദി ഉണ്ടായിരുന്നിട്ട്. ആ തലവേദന ഛർദി എനിക്ക് അന്ന് തന്നെ മാറിപ്പോയി, ഞാനത് അറിഞ്ഞില്ല. അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം എനിക്ക് ഉടമ്പടിയൊന്നും പാലിക്കാനൊന്നും പറ്റിയില്ല, അത് ആ വഴിക്ക് വിട്ടുപോയി. പിന്നെ ഒരു പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന അത് വിട്ടുപോയിട്ടില്ല. അതെവിടെ പോയാലും എങ്ങനെയാലും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് എനിക്കൊരു പഴയ ഫോൺ തന്നു. ആ പഴയ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ യൂട്യൂബ് തുറന്ന് ഞാൻ ഇതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓരോന്നിൻ്റെയും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അതിന് ശേഷമാണ് എനിക്ക് അത്ഭുതത്തെ പറ്റി ഞാൻ ഓർത്തത്. ഞാൻ നിയോഗത്തിൽ വെക്കാതിരുന്ന കാര്യമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. എൻ്റെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, വീട് പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വീട്ടുജോലി ചെയ്യുന്ന ചേച്ചി പറയുന്നത്, പക്ഷേ വീട് പൊളിഞ്ഞ് കിടക്കുകയാണോ, എന്തെങ്കിലും ചെയ്തിട്ടെ? അപ്പോൾ ഞാൻ വേണ്ട ചേച്ചി, അങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറയാണ്. അപ്പോൾ ചേച്ചിയില്ല, പക്ഷെ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടുകളെല്ലാം ടൈലിട്ട് എല്ലാ പണിയും പൂർത്തിയാക്കി. ഒരുപാട് പണികളുണ്ടായി, അതെല്ലാം ചെയ്തതെന്ന്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ കാലിന് സുഖമില്ലാത്ത ഒരാളാണ്, ഇരുന്ന് ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല. എനിക്ക് ഒരു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് എന്ന് സഹായിച്ച്. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മകൻ ഷാരോൺ സേവ്യർ, അവന് ചെറുപ്പം മുതൽ 2 വയസ്സ് മുതൽ ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് വരുന്ന വെച്ചാൽ അവന് വന്നു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതത്തിലുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മാറണില്ല. ഇപ്പോൾ മരുന്ന് കഴിച്ചിരിക്കേണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല. അവനിപ്പോൾ ആ അസുഖത്തിൻ്റെ ഒരുപാട് മോചനം വന്ന് പിന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനിട വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി ICUലാണ് കയറ്റുന്നത്. 5 ദിവസം ആസ്പത്രി കിടന്നാണ് ഞങ്ങൾ വരാറ്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കിത് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഞാൻ ബാങ്കിൽ ആധാരം പണയത്തിലിരിക്കുകയായിരുന്നു. 12 വർഷക്കാലമായിട്ട് പണയത്തിലായിരുന്നു. ഈ മാസം സെപ്റ്റംബർ മാസം എടുപ്പിക്കണമെന്ന് ബാങ്കുകാരെ വിളിച്ച് പറഞ്ഞു. എടുപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. 4 ലക്ഷം രൂപയും കൂടി അടക്കാനുണ്ട്. അത് അടച്ച് തീർത്തെടുക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് എടുക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ വീട്ടുജോലി ചെയ്ത് വന്നിട്ടാണ് എൻ്റെ വീട് പുലർത്തുന്നത്. എൻ്റെ ഭർത്താവിന് വയ്യാത്തൊരാളാണ്, ജോലിക്ക് പോകണില്ല. പിന്നെ എൻ്റെ മകൻ ജോലി ചെറുതായിട്ടൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവന് കിട്ടുന്ന പൈസ അവന് മരുന്ന് വാങ്ങാൻ പോലും അവന് തികയുന്നില്ല. അപ്പോൾ ഈ കടങ്ങളെല്ലാം ഇങ്ങനെ വീട്ടുമെന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലേ, എന്തിനാണ് ഞാൻ വിഷമിക്കണത്? ഞാൻ ബാങ്കിൽ നിന്ന് പത്രം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മാതാവിനെ മുട്ടിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച്, മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തന്നെ മാതാവേ, ഈ സെപ്റ്റംബർ മാസം ഇത് എടുക്കണമെന്നാണ് പറയണത്, എനിക്കൊരു വഴിയില്ല മാതാവേ, എനിക്കൊരു വഴി കാണിച്ചു തന്നെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ മാസത്തിന് മുന്നായിട്ട് ആ ആധാരം എനിക്ക് എടുത്ത് കിട്ടി. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നാണ് ഞാൻ ആദ്യമായി കാര്യം പറയണത്. ശരിക്കും പറഞ്ഞാൽ ആധാരം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല. എൻ്റെ മോൻ പറയായിരുന്നു, അമ്മ ഈ ആധാരം ഒന്നും എങ്ങനെ ഇരിക്കണം, നമുക്ക് കണ്ടിട്ട് പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്നും ഈ സാധനം നമുക്ക് കടത്തി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആധാരം അടിച്ചതിൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഞാൻ ചെയ്യണത്, എനിക്ക്
ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ കൊണ്ടുപോയി എല്ലാ വീടുകളിൽ ഞാൻ വീട്ടുജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓരോ വീടുകളിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. തിരിച്ച് വന്ന് വൈകുന്നേരം സമയത്താണ് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊണ്ടുപോയി കൊടുക്കും. പിന്നെ തൈലം ഞാനത് ഓരോ വീടുകളിൽ എനിക്കറിയാം രോഗികളായ വീടുകളിലുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചെന്നിട്ട് അത് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കും. പിന്നെ കാശ് രൂപം കൊണ്ടുപോയി ഇവർ ഈ അപ്പനും മോനും എവിടെ പോയി സന്ധ്യയായി രാത്രി തിരിച്ച് വന്നതിൽ എനിക്കൊരു വിഷമമില്ല. കാരണം അവരുടെ കഴുത്തിൽ കാശ് രൂപം കിടക്കുന്നത് സമാധാനമാണ് എനിക്ക്. അവിടെ പോയ ഒരു കറക്റ്റ് സമയത്ത് ഒരു പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചു വരികയും ചെയ്യും. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വീട്ടിലുള്ള ഒരു കടങ്ങൾ ഞാൻ ഈ മോനോട് അപ്പനോടും ഒന്നും പറയില്ല. കാരണം അവർക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥന സമയത്ത് ഞാൻ മുട്ടൂത്ത് നിന്ന് ലുത്തീനെ ജോലി, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാല് വേദന കഴുത്ത് വേദന, ഇത് വെച്ചാണ് ഞാൻ ജോലിക്ക് പോണത്. ഞാനങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് കരഞ്ഞ് എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു, അമ്മേ എന്നെ സഹായിക്കാൻ ആരുമില്ല, അമ്മേ എൻ്റെ സങ്കടം കേൾക്കാൻ എനിക്ക് ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ എനിക്ക് തുണയായിരിക്കണമേ, എൻ്റെ സങ്കടം അമ്മയോട് മാത്രമേ ഞാൻ പറയണം. ഞാൻ കുറേ കരഞ്ഞാണ് ഞാനന്ന് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇവൻ്റെ പ്രാർത്ഥന ദിവസം ഞങ്ങൾ പിന്നെ ഉപ്പും അത് വെള്ളത്തിൽ കലക്കി ഞങ്ങൾ 3 പേരും കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കണത്. അന്ന് ഇവൻ്റെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോൻ അമ്മക്ക് ഭയങ്കര വിഷമോടാ, നീ അഭിപ്രായ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ മോനെ എനിക്ക് എന്ത് ഭയങ്കര വിഷമം, മോനെ എന്ത് ഭയങ്കര സങ്കടം അമ്മക്ക്, നീ ഈ നിൻ്റെ ഫോൺ വെച്ചിട്ട് നീ എപ്പോഴും പാട്ടൊക്കെ വെച്ച് കേട്ട് കിടക്കല്ലേ, നീ മാതാവിൻ്റെ പ്രാർത്ഥന എന്തായാലും കഴിച്ചൊക്കെ തന്നെ ഇല്ല, അതൊക്കെ കണ്ട് കിടക്കണം, അതിൻ്റെ മൊബൈലിൽ പൊട്ടിത്തെറിച്ചൊക്കെ പോകാനിട വരുത്തരുതിട്ട മോനെ എന്നൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് പ്രാർത്ഥന മുറിയിൽ ഞാൻ എൻ്റെ നാത്തും ചേച്ചീനെ ഉറങ്ങിയില്ല. ഞാൻ സാക്ഷ്യം കേട്ട് 2 സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ആ സാക്ഷ്യം 2 പേർക്ക് അഴിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിയിട്ട് പോയില്ലല്ലോ, ഉറങ്ങി അങ്ങോട്ട് പോണ്. ഇങ്ങനെ 11:30 സാക്ഷ്യം കഴിഞ്ഞ് ഞാനങ്ങോട്ട് കിടന്ന് കണ്ണ് മതിച്ച് പോയ സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ രൂപം എനിക്കങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്തൊരു തേജസ്സാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മാതാവിൻ്റെ മോഹൻ്റെ മുന്നിലോട്ടാണ് അങ്ങോട്ട് അടിച്ച് ഞാനിങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ അടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പോൾ കണ്ണിലോട്ട് അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര കണ്ണങ്ങോട്ട് ഇതായിപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കൈകാലം അനങ്ങണില്ല. ഞാനങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവേ ശക്തിയായിട്ട് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് കയ്യോ നനക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഉള്ളിൽ ബോധമുണ്ട്, നമുക്കൊന്നും പറയാനെടുക്കാനൊന്നും പറ്റില്ല, ഒന്ന് കൈയും കാലം കെട്ടി ഞാൻ കാണിക്കേണ്ട. പക്ഷേ ആരും അനങ്ങടെ എന്നെ ഉറങ്ങിയിട്ട് പോലില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനങ്ങനെ ഒരു കണക്കിന് കണ്ണ് തുറന്ന് ചാത്തും ചേച്ചിനെ വിളിച്ച ആ സമയത്ത് എനിക്ക് കണ്ണ് തുറയണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുഖത്തോട്ട് അടിച്ചാൽ വെട്ടത്തിട്ടുണ്ട്, എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വീർത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് നമ്മുടെ വീട്ടിൽ വന്ന്. ഞാനങ്ങനെ വിളിച്ച് ഇവരോട് പറഞ്ഞു, മാതാവ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ എല്ലാം ഇനി മാറ്റി തരും കേട്ടാന്ന് പറയുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞവരെ, ഉഷാ സേവ്യർ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഇവരുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും കരുതലും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചതിന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കൊരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും.